ഈ യോഗം ലൈവ് ആയതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ചുള്ള എല്ലാ സത്യവും നാട്ടുകാർ കേൾക്കരുതെന്നും എനിക്ക് വിചാരമുണ്ട്. ഇത് ലൈവ് അല്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒരു ആത്മവിമർശനപരമായി നമ്മളെ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുവാൻ ഒരവസരമായേനെ. എന്നാൽ അത് ലൈവ് ആയതുകൊണ്ട് അതിൻ്റേതായ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ചില ഉദാഹരണങ്ങൾ വിഴുങ്ങേണ്ടതായി വരും. അതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് വന്നാൽ എന്തോ ഞാൻ വിഴുങ്ങി എന്ന് മാത്രം നിങ്ങൾ ലൈവായി പറയാൻ പറ്റാത്തത് എന്തോ വിഴുങ്ങി എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇതിൽ പ്രധാനമായും സുവിശേഷകരും അച്ഛന്മാരും ഒക്കെ ആണല്ലോ പങ്കെടുക്കുന്നത്. ഞാനൊരു കൃത്യമായൊരു ബൈബിൾ പ്രസംഗം എന്ന നിലയിലല്ല ഈ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഈ ഒരു വർത്തമാനത്തെ കാണാനായിട്ട് ശ്രമിക്കുന്നു. വളരെ ചെറിയ കാര്യങ്ങൾ പറയാനാണ് എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഇഷ്ടം. പ്രത്യേകിച്ച് നമ്മൾ അച്ഛന്മാരെ സംബന്ധിച്ച് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ദൈവം നമ്മളെ വിളിച്ചു എന്നാണ്. എന്നാൽ നമ്മുടെ ശുശ്രൂഷയിൽ ഒന്നുകിൽ സ്ഥലം മാറ്റം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് ഏറ്റവും അധികം ഉലഞ്ഞു പോകുന്നത് വൈദികരാണെന്ന് ചിലപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പറയുന്നത് പോലെ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ദൈവം നടത്തും, ദൈവം പരിപാലിക്കും എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ അത് ഒരു റെറ്ററിക് എന്നതിനപ്പുറത്ത് നമുക്ക് ഇത് ആഴത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മളൊക്കെ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് വലിയ ഉത്സാഹത്തോടെയാണ് ശുശ്രൂഷകൾ തുടങ്ങിയത്. എന്നാൽ ഒരല്പം കഴിയുമ്പോൾ നമുക്ക് ഉത്സാഹം കുറയുന്നു. ഉത്സാഹം കുറയുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്നുകിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ദൈവജനം പ്രതികരിക്കുന്നില്ല എന്ന ഒരു തോന്നൽ. ഓരോ ഞായറാഴ്ചയും പ്രസംഗം കഴിയുമ്പോൾ പ്രത്യേകിച്ചൊരു മാറ്റവും ജനങ്ങളിൽ കാണാത്തതുകൊണ്ട് ഇതിലും ഭേദം വാഴ വെക്കുന്നതാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്. മറ്റു ചിലർക്ക് സഭയിൽ നിന്നുള്ള സങ്കടകരമായ അനുഭവങ്ങൾ, കാരണങ്ങൾ എന്തായാലും എവിടെയൊക്കെയോ നമുക്ക് ഒരു ഉത്സാഹക്കുറവ് വന്നിട്ടുണ്ട്. നമ്മുടെ ഉത്സാഹം കുറഞ്ഞോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അതിനൊരു സൂത്രവാക്യമുണ്ട്, അല്ലെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പഠിച്ചെന്ന് പറയണ്ട, സ്കൂളിൽ പോയിട്ടുണ്ട്. പഠിച്ചത് വേറെ വിഷയമാണല്ലോ. സ്കൂളിൽ പോയിട്ടുണ്ട്. സ്കൂളിൽ പോയപ്പോൾ നമ്മളെ കണക്ക് പഠിപ്പിച്ച സാറുമാരുണ്ട്, ഹിന്ദി പഠിപ്പിച്ച സാറുമാരുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിച്ച സാറുമാരൊക്കെയുണ്ട്. ചില സാറുമാർ പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഇവർ പഠിപ്പിക്കാനായി ജനിച്ചവരാണ്. ആ കണക്ക് പഠിപ്പിക്കുന്ന രീതി, മലയാളം പഠിപ്പിക്കുന്ന രീതി ഒക്കെ കാണുമ്പം ഇവർക്ക് ഇതല്ലാതെ മറ്റൊന്നും ചേരത്തില്ല. They are born to teach. ചില വൈദികരെ കാണുമ്പോൾ ദൈവജനം പറയും, ഈ മനുഷ്യൻ വൈദികനാകാൻ ജനിച്ചതാ, ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാനല്ല അദ്ദേഹം ഈ ലോകത്തിൽ ജനിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന, ആളുകളോടുള്ള നമ്മുടെ ഇടപെടൽ, പണത്തോടുള്ള നമ്മുടെ താല്പര്യം, സ്ഥാനങ്ങളോടുള്ള നമ്മുടെ താല്പര്യം, ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പോഴുള്ള നമ്മുടെ ഒരു ഉത്സാഹം കാണുമ്പോഴറിയാം
രണ്ട്, ഒന്നുകിൽ നമുക്കിത് മടുത്തു, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തോ പണിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്, അളിയനെ വിളിച്ചതാണ്, അത് മിസ്റ്റേക്കായി നമ്മൾക്കാന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അല്ലേ? നമ്മളെ അല്ല വിളിച്ചത്, വിളിച്ചപ്പം ആള് മാറിപ്പോയി. അങ്ങനെ വന്നതാണോ എന്നറിയാം. അപ്പം ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് വൈദിക സമൂഹത്തെക്കുറിച്ച് പൊതുവിൽ ആളുകൾ പറയുന്ന സങ്കടം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സമൂഹം നമ്മളോട് പങ്കുവെക്കുന്ന ഒരു പ്രധാന ആകുല ചിന്ത അല്ലെങ്കിൽ ഒരാശങ്ക എന്നത്, ഇവരിൽ പലർക്കും, എല്ലാവരുടെയും കാര്യമല്ല, ദൈവവിളി ഉണ്ടോ എന്ന് സംശയമാണ്. കൊച്ചു വാക്കാണ് ഈ ദൈവവിളി. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഇടവകയിലെ ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നത്? പൊതുവെ സഭകളിലെല്ലാം വൈദികർക്ക് അല്ലെങ്കിൽ ശുശ്രൂഷകർക്ക് പണത്തോടൊരു താല്പര്യം വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഭാഗത്ത് ന്യായങ്ങൾ ഉണ്ട് താനും. കാരണം പണം ഒരു പ്രധാന പ്രശ്നമാണ്. ഈയിടെ ഞാൻ മംഗളത്തിൽ എഴുതിയ ഒരു കുറിപ്പിൽ എൻ്റെ വളരെ അടുത്ത പരിചയത്തിലുള്ള ഒരു യുവാവ് ഒരു വാട്സാപ്പ് സ്റ്റേറ്റസ് ഇട്ടു. ആ വാട്സാപ്പ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: പണം പ്രധാനമല്ലെന്ന് എല്ലാവരും പറയും, അതില്ലാതെ വരുമ്പോഴറിയാം. കൊച്ചു വാചകമാണ്. ഒരു മാർത്തോമാക്കാരൻ, അല്ലെങ്കിൽ ഒരു ഓർത്തഡോക്സുകാരൻ, അല്ലെങ്കിൽ ഒരു യാക്കോബക്കാരൻ, അല്ലെങ്കിൽ ഒരു CSI കാരൻ എന്തോ ഒരു സങ്കടം കൊണ്ട് അദ്ദേഹം ഇട്ടതാണ്. ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു കൊച്ചു വാചകം: പണം പ്രധാനമല്ലെന്ന് എല്ലാവരും പറയും, അതില്ലാതെ വരുമ്പോഴറിയാം. അപ്പം നമ്മൾ വൈദികർ എന്ന നിലയിൽ, അല്ലെങ്കിൽ വൈദിക കുടുംബം എന്ന നിലയിൽ, സുവിശേഷകരെന്ന നിലയിൽ പലപ്പോഴും നമുക്ക് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം പണമാണ്. ഞങ്ങൾ രാവിലെ തിരുമേനിയുടെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം ഒരു തമാശയായിട്ട് ഞാൻ ചില കാര്യങ്ങൾ തിരുമേനിയോട് പറഞ്ഞു. അത് ഇതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പള്ളികളിൽ ഡിവിഷൻ ഉണ്ടാവുന്നതാണ് അച്ഛന്മാർക്ക് സാമ്പത്തികമായി പ്രയോജനം ചെയ്യുക. അപ്പോൾ തിരുമേനി എന്നെ ഒന്ന് നോക്കി, ഇയാളെ ദൈവം തന്നെ വിളിച്ചതാണോ? ആ നോട്ടം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഒറ്റ കേൾവിയിൽ ഞാൻ കാരണം ഞാനത് മുഴുവൻ പറഞ്ഞില്ല, കഥ മുഴുവൻ പറഞ്ഞില്ല. നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ സ്ഥലം മാറി പോകുമ്പോൾ ആളുകൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരും. ചിലർക്ക് പണം തരും, ചിലർക്ക് അടി തരും. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ തന്നുവിടും. അപ്പം നമുക്ക് പോകാൻ നേരത്ത് കുറച്ച് പൈസ കിട്ടണമെങ്കിൽ, കൂടുതൽ കിട്ടണമെങ്കിൽ, അതിനുള്ള വഴി പള്ളിയിൽ ഐക്യമുണ്ടാക്കുക എന്നുള്ളതല്ല, പള്ളിയിൽ തല്ലുണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഐക്യമുണ്ടായാലുള്ള ഒരു കുഴപ്പം, നമുക്ക് കുറച്ചുകൂടെ പൈസ തരണമെന്ന് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും കാണത്തില്ല. നേരെ മറിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ, അവര് നമുക്ക് വേണ്ടി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പിരിച്ചു തരും. എന്നിട്ട് ഞാൻ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി, എനിക്കൊരു വീട് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കണമെങ്കിൽ, ഞാൻ വണ്ടിക്കടയിൽ ചെന്നിട്ട്, മാരുതിയുടെ ഷോറൂമിൽ ചെന്നിട്ട് ഒരു ഓൾട്ടോ കാറോ അല്ലെങ്കിൽ ഒരു വാഗണാർ കാറോ എടുക്കാം. അച്ഛാ, പൈസ എങ്ങനെയാ?
അപ്പം ഞാൻ എൻ്റെ പള്ളിയിൽ നിന്ന് കിട്ടിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ കൊടുത്താൽ വണ്ടി തരുമോ? എന്നെക്കുറിച്ച് ഞാനിരുന്ന പള്ളിയിലെല്ലാം നല്ല അഭിപ്രായമാണ്. മോളെ കെട്ടിക്കാൻ പറ്റൂ? ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെന്നാൽ വീട് പണിയാൻ ആരെങ്കിലും സിമെന്റ് തരുമോ? അപ്പോൾ ലോകപ്രകാരം ചിന്തിച്ചാൽ ഇങ്ങനെയൊക്കെ നമുക്ക് ന്യായങ്ങൾ കണ്ടുപിടിക്കാം. തിരുമേനി തരുമോ? സഭ തരുമോ? എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, പണത്തിനപ്പുറത്ത് ചിലതുണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇതിനിറങ്ങിയത്. പണം പ്രധാനമല്ലെന്നല്ല, പണമല്ല ലോകത്തിലേക്ക് വലുതെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇതിനിറങ്ങിയത്. ഇടയ്ക്ക് എവിടെ വെച്ചാണ് നമ്മുടെ ബുദ്ധി മാറി ചിന്തിക്കാൻ തുടങ്ങിയത്? വൈദികനായപ്പോൾ, അല്ലെങ്കിൽ സുവിശേഷകനാകാൻ തീരുമാനിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു, നമ്മുടെ കൂടെ പഠിച്ച മറ്റ് സുഹൃത്തുക്കളുടെ അത്രയും വരുമാനം നമുക്കുണ്ടാവില്ല. ഇത് അറിയാതെ ഇറങ്ങിയതല്ല, ഇത് അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. എന്നാൽ അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് അറിഞ്ഞത് തെറ്റായി പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ദൈവവിളിയെക്കുറിച്ചുള്ള നമ്മുടെ ഉറപ്പിന് എന്തോ ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ചിലർ തടിക്കച്ചവടം, ചിലർ വസ്തുക്കച്ചവടം, ചിലർ പെണ്ണ് കെട്ടി ആലോചിക്കുക, അതിൻ്റെ കമ്മീഷൻ വാങ്ങിക്കുക, ചിലർ കേറ്ററിങ്, ഇങ്ങനെ ദൈവം നൽകിയിട്ടുള്ള വിവിധ കൃപാവരങ്ങളുള്ള പലരുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷാവരത്തിലും കൃപാവരത്തിലും പെടാത്ത ചില പ്രത്യേക വരങ്ങൾ ഉള്ളവരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാതെയില്ല. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ CSIയിലെ ഒരച്ഛൻ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ പെട്ടാൽ ആദ്യത്തെ 2 ദിവസമേ ഉള്ളൂ അച്ഛൻ്റെ പേര് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അച്ഛൻ എന്ന് മാത്രമേ ആളുകൾ പറഞ്ഞു തുടങ്ങൂ. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു വീഴ്ചയോ സങ്കടമോ വന്നാൽ അധികം ആഘോഷിക്കാനൊന്നും നിൽക്കണ്ട. കാരണം ഇതെനിക്കല്ലല്ലോ പറ്റിയത്, ഞാനല്ലല്ലോ ഇത് ചെയ്തത്. ആര് ചെയ്തു എന്നുള്ളത്, ഏത് വ്യക്തിയാണ് ചെയ്തതെന്നുള്ളതിന് 2 ദിവസത്തെ ആയുസേ ഉള്ളൂ. അത് കഴിയുമ്പോൾ CSIയിലെ ഒരു വൈദികൻ എന്നായി മാറുകയും ആ പേര് തന്നെ ആരും സംസാരിക്കാതിരിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടും. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക്, മനുഷ്യനല്ലേ, ചിലപ്പോൾ ചില സങ്കടങ്ങളോ ചില വീഴ്ചകളോ ഒക്കെ വരാം. ആരും പുണ്യവാളന്മാരൊന്നും അല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ സഹവൈദികർ അതിന് വലിയ ആഘോഷമൊന്നും കൊടുക്കണ്ട. ഒരുപക്ഷെ ആ വ്യക്തി വീഴാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നതാവാം. കാരണം നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒന്ന് ചത്തതാകുമ്പോഴേ ഒന്നിന് വളമാവൂ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ A ആണോ B ആണോ അത് ചെയ്തതെന്ന് 2 ദിവസം കഴിയുമ്പോൾ മനുഷ്യൻ മറക്കുകയും CSIയിലെ ഒരു വൈദികൻ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ CSI മാറി വൈദികൻ എന്ന് മാത്രമാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പണം എന്നത് പ്രധാനമാണ്. നമുക്ക് ആവശ്യത്തിന് പണം വേണം. എന്നാൽ ദൈവം നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് വേർതിരിച്ചപ്പോൾ പണത്തേക്കാൾ വലിയതായി ചിലതുണ്ട്. ഈ ബോധ്യം എല്ലാ ശുശ്രൂഷകർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന ജനം, ഇടവകയിലെ ആളുകൾ, കുറേ പേരെങ്കിലും പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള മനുഷ്യരാ. കള്ള് കച്ചവടം വേണോ, കഞ്ചാവ് കച്ചവടം വേണോ,
അങ്ങനെയുള്ള ചെറുപ്പക്കാരുടെ ഇടയിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനും പണമാണ് വലിയതെങ്കിൽ അവൻ കഞ്ചാവ് വിറ്റ് പണമുണ്ടാക്കുന്നു, നമ്മൾ ദൈവത്തെ വിറ്റ് പണമുണ്ടാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രസംഗങ്ങളെക്കാൾ നമ്മൾ ഒരിക്കലും, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഒരു പ്രസംഗം കൊണ്ടൊന്നും നമുക്ക് അധികം ആളുകളെ ഒന്നും സ്വാധീനിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ട്. അച്ഛനായിട്ടുള്ള ഇറങ്ങിയ സമയത്തൊക്കെ വലിയ കടുകട്ടി പ്രയോഗങ്ങളൊക്കെ പറയും. ഈ ഭൂമി എന്നൊക്കെ പരം അണ്ടകടാഹം, നമ്മളിങ്ങനെ ഞെട്ടി, വിജൃംഭണം എന്നൊക്കെ പറയുമ്പോൾ പണ്ഡിതനാണെന്ന് തോന്നുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം മനസ്സിലായി ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല. അത് മോശമാണെന്നല്ല, അതൊക്കെ എഴുതുമ്പോഴൊക്കെ ഉപയോഗിക്കാം. എന്നാൽ പ്രസംഗത്തെക്കാൾ ഉപരി ചില പ്രത്യേക സന്ദർഭങ്ങളിലുള്ള നമ്മുടെ ടെമ്പറമെൻറ്റ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എവിടെയോ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ കൂടി ടിബറ്റൻ ബോർഡറിൽ പോയി. ടിബറ്റൻ ബോർഡർ പോയി ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് കാത്ഗോഡാം റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ലുധിയാനയ്ക്ക് പോയി. അവിടെ ഈ നമ്മുടെ ഗോൾഡൻ ടെമ്പിളും പിന്നെ വാഗാ ബോർഡറും ഒക്കെ കണ്ടിട്ട് തിരിച്ച് ഡൽഹി വഴി നാട്ടിൽ വരാനായിരുന്നു പദ്ധതി. ഞങ്ങൾ കാത്ഗോഡാം സ്റ്റേഷനിൽ വന്നപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ മിസ്സായെന്നല്ല, ട്രെയിൻ ക്യാൻസൽ ചെയ്തു. ഞങ്ങൾക്ക് ഫ്ലൈറ്റൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് താമസിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സാധാ പാസഞ്ചർ ട്രെയിൻ വരുന്നുണ്ട്, അതിൽ കയറി പോവുകയുള്ളൂ ഇനി വഴി, ഇനി അടുത്ത ട്രെയിൻ നാളെ ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൂടെ അകത്തെ കയറി ഞങ്ങൾ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ നിറച്ചാളാണ്. ഞങ്ങളുടെ പെട്ടിയൊക്കെ കയ്യിലൊക്കെ എടുത്ത് ടോയ്ലറ്റിൻ്റെ അവിടെയൊക്കെ പെട്ടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്തൊക്കെ ഇരുങ്ങി അർദ്ധരാത്രിയായി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇരുന്നുറങ്ങി കയ്യിലുറങ്ങി. അപ്പം എൻ്റെ കയ്യിലൊരു ബാഗുണ്ട്. ആ ബാഗിൽ എൻ്റെ മൊബൈൽ ഫോണുണ്ട്, എൻ്റെ ഐപാഡുണ്ട്, ഈ ഗ്രൂപ്പിലുള്ള ആളുകളുടെ പൈസയുണ്ട്, എൻ്റെ പൈസയുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ ഒരു 1.5 ലക്ഷം രൂപയുടെ ഈ ഗാഡ്ജറ്റ്സും പൈസയും എല്ലാം കൂടെ ഉണ്ട്. ഞാനിതിങ്ങനെ പിടിച്ചിരിക്കുക. അംബാല സ്റ്റേഷൻ ആയപ്പോൾ കുറേ ആളുകൾ ഇറങ്ങി, കുറച്ച് സ്ഥലം കിട്ടി. ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള സ്ഥലത്തോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ മുകളിൽ 2 ബെർത്ത് കാലിയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരായ 2 പേരുണ്ട്. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കയറി കിടന്നു. അവരെ മുകളിൽ കയറി. അപ്പം ഞാൻ ഈ ബാഗ് പിടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ അതിലൊരുത്തനൊരു സങ്കടം. അച്ഛൻ ആ ബാഗ് ഇങ്ങനെ തരും, ഞാൻ പിടിച്ചോളാം. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ പിടിക്കാം. ഇല്ലല്ല, അച്ഛൻ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സഹിക്കത്തില്ല. ശരി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടുന്ന് ഒരു കഷ്ടിച്ച് 1/2 മണിക്കൂറേ ഉള്ളൂ ലുധിയാനയ്ക്ക്. കഷ്ടിച്ച് ഞങ്ങൾ കിട്ടിയ ഒരു സ്ഥലമല്ലേ, അറിയാതെ ഞങ്ങൾ അങ്ങ് മയങ്ങിപ്പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ ചില അച്ഛന്മാരൊക്കെ ഇരുന്ന് മയങ്ങുന്ന പോലെ ഞാനും അങ്ങ് മയങ്ങിപ്പോയി അവിടെ ഇരുന്ന്. അതായത് രാത്രി ഡ്യൂട്ടി ഉള്ളവരാണ് പകലിരുന്ന് ഉറങ്ങുന്നത്. ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ എന്തു ചെയ്യും? ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ ഇവൻ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, പക്ഷേ ബാഗില്ല. ഞാൻ അവനെ വിളിച്ചുണർത്തി, എടാ ബാഗ് എന്തി? ഏത് ബാഗ്? എന്നെ കുനിച്ച് നിർത്തി ഇടിക്കാൻ തോന്നി. ഏത് ബാഗ് എന്ന്. പിന്നെ അവന് ബോധമൊക്കെ വന്നിച്ചിട്ട് മുഖത്ത് വെള്ളമൊക്കെ തളിച്ചപ്പോഴാ അതെന്തി? ഞാൻ പറഞ്ഞു, അതല്ലേ നിന്നോട് ചോദിച്ചു, ബാഗ് എന്തി? അതുകൊണ്ട് ആണുങ്ങൾ പോയി. ഞാൻ ആരായി? മൊബൈലും പോയി, ഐപാഡും പോയി, എൻ്റെ കാശും പോയി, ടൂർ ഗ്രൂപ്പുകാരുടെ കാശും പോയി, എല്ലാം പോയി. ന്യായമായും ഈ സമയത്ത് ഒരു വെടിവെപ്പാണ് അവിടെ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഇവനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ ഞാൻ ആ ബാഗ് ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ കിളി പോയത് കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ, ഒന്നും മിണ്ടാതെ അവിടെ അങ്ങ് നിൽക്കും. ഞാൻ പറഞ്ഞു, സാരമില്ലടാ, പൈസ വരുമ്പോൾ.
എങ്ങനെയാണത് പറയാൻ എനിക്ക് ധൈര്യം കിട്ടിയതെന്നോ ആ സമയത്തൊരു മനസാന്നിധ്യം കിട്ടിയതെന്നോ അറിഞ്ഞുകൂടാ. ലുധിയാനയിൽ ചെന്നു, ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകാൻ കാശില്ല. അവൻ്റെ തന്നെ ഞാൻ 5 രൂപ വാങ്ങിച്ചേച്ച് ഞാൻ അവിടുന്ന് സ്ഥലം മാറിയപ്പോൾ ഈ യാത്രാക്കൂട്ടത്തിൽ 10 പേരെ ഉള്ളായിരുന്നു. ഇവരിൽ ചിലരൊക്കെ സെൻഡ് ഓഫിന് ആശംസ പറഞ്ഞവരാണ്. ഇവർ ഞാൻ 4 വർഷം ഇരുന്നപ്പോൾ ചെയ്ത ഒരു പ്രസംഗവും അവരോർക്കുന്നുമില്ല. അതൊന്നും അവർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഇത്രയധികം സാമ്പത്തിക നഷ്ടം വന്നിട്ടും അച്ഛൻ ഒരു മോശമായ വാക്കോ പരുഷമായ വാക്കോ പറഞ്ഞില്ലല്ലോ. കാരണം ചെറിയ നഷ്ടമല്ല. അപ്പം ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ 4 കൊല്ലം അവിടെ പ്രസംഗിച്ചിട്ടുണ്ടായതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ്. കാരണം പണത്തേക്കാൾ വലിയ ചില കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ജനത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഇന്ന് മനുഷ്യൻ പണത്തിന് വേണ്ടി പരക്കം പായുന്ന ഒരു കാലമാണ്. അപ്പോൾ പണമല്ല പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഒരു പള്ളിയിൽ ബാക്കിയുണ്ടെങ്കിൽ ആ അവസാനത്തെ ആൾ ആരായിരിക്കണം? ഞാനും നിങ്ങളുമായിരിക്കും. എല്ലാവരും തിരിച്ചു വിശ്വസിച്ചോട്ടെ, എല്ലാവരും മറിച്ച് വിശ്വസിച്ചോട്ടെ, ദ്രവ്യത്തെക്കാൾ വലുത് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഒരു ഇടവകയിൽ, ഒരു മഹാ ഇടവകയിൽ ബാക്കിയുണ്ടെങ്കിൽ ആ ആൾ ഒരു വൈദികനായിരിക്കണം. ശരിയാണ്, നമ്മുടെ കുട്ടികൾക്ക് മറ്റുള്ളവരെ പോലെ നന്നായി ജീവിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ ഈ ഒരു മൂല്യം വൈദികന് കൊടുക്കാൻ സാധിക്കും. ജനത്തിന് വിശ്വാസം വേണം. ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ സുവിശേഷകൻ പണത്തേക്കാൾ ദ്രവ്യത്തേക്കാൾ ദൈവത്തെ സ്നേഹിക്കുന്നയാളാണ് എന്ന്. ഇത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇടയ്ക്ക് നിർത്തി ചില കാര്യങ്ങൾ വിഴുങ്ങുന്നുണ്ട്. ഇപ്പം നമ്മൾ അച്ഛന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകർ ഏറ്റവും കൂടുതൽ അസംതൃപ്തി ഉണ്ടാവുന്നത് എപ്പോഴാണ്? സ്ഥലം മാറ്റത്തിൻ്റെ സമയത്ത് അല്ലേ? അന്ന് നമ്മൾ തിരുമേനിക്കെതിരെ ശത്രു സംഹാര പൂജയൊക്കെ നടത്തുന്ന സമയമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു വലിയ പള്ളി എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ. എന്താ? ഇത് ലൈവ് ആയതുകൊണ്ട് നമ്മളത് പറയണ്ട. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കൂടുതൽ വരുമാന സാധ്യതയുള്ള ഒരു പള്ളി, കൂടുതൽ കൂദാശകളുള്ള, കല്യാണമുള്ള ഒരു പള്ളി നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരാൾക്ക് കിട്ടുമ്പോൾ അതിൽ നമുക്ക് വിഷമമുണ്ടാവുന്നത് കൂടുതൽ ആളുകളോട് സുവിശേഷം പറയാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടല്ലോ എന്ന ആത്മവ്യഥയാണോ? എനിക്ക് മരിക്കുന്നതിന് മുൻപ് പരമാവധി ആളുകളോട് എന്ത് പറയണം ആണോ? അല്ല. ഒരു കാര്യമേ ഉള്ളൂ, ഖബറിൽ പോകുന്നതിന് മുമ്പ് പരമാവധി കവർ വാങ്ങിക്കണം. ഞാൻ 26 കൊല്ലമായി അച്ഛനായിട്ട്. ഇന്ന് വരെ ഒരാളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും ശമ്പളമല്ലാതെ വാങ്ങിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ പറയും, ഇയാൾക്ക് പറഞ്ഞാൽ മതി ഇയാൾ പെണ്ണ് കിട്ടിയിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ടൊന്നുമല്ല. കിട്ടുന്നവരെത്രയോ പേര്, കെട്ടാത്തവരെത്രയോ പേര് വാങ്ങിക്കുന്നുണ്ട്. കുടുംബമായിട്ടുള്ള ആളുകൾ വാങ്ങിക്കുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. പക്ഷേ ഒരു മര്യാദ വേണം.
പണ്ടൊക്കെ കൂതാശ കഴിഞ്ഞായിരുന്നു കവർ. ഇപ്പം ആദ്യം ചെറുക്കനും പെണ്ണും വന്നില്ലെങ്കിലും കവർ ആദ്യം എത്തിയിട്ടാ കൂതാശ. പെണ്ണിച്ചിരി ലേറ്റ് ആയാലും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്, കവർ ലേറ്റ് ആവരുത്. ഏതെങ്കിലും ഒരു പള്ളിയിൽ കല്യാണം നടത്തുമ്പോൾ അച്ഛന്മാർ ഓടി വരും, എവിടുന്നൊക്കെയോ ഹിമാലയത്തിൽ നിന്ന്. കാരണം എന്താ? അല്ല കവർ കിട്ടുന്ന കല്യാണോ. എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ ഉള്ളവരും ഉണ്ടെന്ന് നമ്മൾ ഒഴിച്ച് നാട്ടുകാർക്കെല്ലാം അറിയാം. പണം വാങ്ങുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. ആളുകൾ സ്നേഹത്തോടെ തരുന്നെങ്കിൽ വാങ്ങിച്ചോളുക. ഞാൻ വാങ്ങിക്കാത്തതുകൊണ്ട് വേറെ ആരും വാങ്ങരുതെന്നല്ല ഞാൻ. പക്ഷേ ആ വാങ്ങിക്കുമ്പോൾ പോലും ആന കരിമ്പും കാട്ടി കീറുന്ന പോലെ ആവരുത്. അന്നേരപ്പം തന്നെ ബാത്റൂമിൽ കയറുന്നു, ഇത് എടുക്കുന്നു, കവർ തുറന്നു നോക്കും. വീട്ടിൽ വരെ ഒന്ന് ചെല്ലി ചേട്ടാ. ഇത് കിട്ടുമ്പോൾ ഉടനെ ഇവിടെ ബാത്റൂം. എന്തിനാണെന്നറിയാവോ? ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നുമല്ല. ഈ ലൈവ് ഇല്ലായിരുന്നെ കുറേ കൂടെ കഥ പറയായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇനി എന്നെ വിളിക്കുമ്പോൾ ലൈവ് വെക്കല്ലേ, കുറേ സത്യം പറയാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മൾ അവകാശപ്പെടുന്നത് പോലെ, തീരെ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ അവകാശപ്പെടുന്നത് പോലെ ഒന്നും ദൈവം നടത്തുമെന്ന് ഉറപ്പില്ല. കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ അത് മതിയോ? ഏതെങ്കിലും ഒരു കുടുംബം നമ്മുടെ, ഞാൻ അതിനെ ഒരു മിനിസ്റ്റീരിയൽ പേഴ്സ്പെക്റ്റീവിലാണ് കാണുന്നത്. നമ്മുടെ ഇടവകയിൽ ഒരു കുടുംബം സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട്, നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയുക, സാരമില്ല ചേട്ടാ, അല്ലെ സാരമില്ല അമ്മച്ചി, ദൈവം നടത്തും. നമ്മൾ ദൈവം നടത്തും എന്ന് പറയുമ്പോൾ അത് ജനത്തിന് അല്ലെങ്കിൽ ആ വീട്ടിലെ ചേട്ടനോ ചേച്ചിക്കോ വിശ്വാസമാകണമെങ്കിൽ നമ്മുടെ അതുവരെയുള്ള പണത്തോടുള്ള സമീപനത്തിൽ ദൈവം നടത്തുമെന്ന വിശ്വാസം പ്രതിഫലിക്കണം. ഈ അച്ഛൻ ഒരു ആക്രാന്തക്കാരനാണെന്നും ദ്രവ്യാഗ്രഹിയാണെന്നും പള്ളിയിലെ എല്ലാവർക്കും അറിയാമെങ്കിൽ, അത് സത്യമാണെങ്കിൽ, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് ദൈവം നടത്തും എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ വിശ്വസിക്കത്തില്ലയോ? എനിക്ക് തോന്നുന്നത് നമ്മുടെ വചന ശുശ്രൂഷയുടെ, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയാത്തത് നമ്മൾ പറയുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും നമുക്ക് പോലും വേണ്ടത്ര ഉറപ്പില്ല. പണത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അച്ചടക്കമുള്ള ഒരച്ഛനാണെങ്കിൽ, സാരമില്ല അച്ഛാ, ദൈവം നടത്തും, പണമല്ലല്ലോ വലുത് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കണ്ടതാ, അച്ഛൻ്റെ അലവൻസ് 10 രൂപ കുറഞ്ഞപ്പോൾ അച്ഛൻ്റെ പള്ളിയിലെ ഷോ, അലവൻസ് ഒരു 10 രൂപ കുറഞ്ഞപ്പോൾ പള്ളിയിൽ പണം കുറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ കമ്മിറ്റിയിൽ ഷോ നടത്തുകയും, അടുത്ത ദിവസം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് ദൈവം നടത്തും എന്ന് പറഞ്ഞാൽ, ഇതിന് പിള്ളേരുടെ ഭാഷയിൽ വേറൊരു പ്രയോഗമുണ്ട്, അത് ലൈവ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ഒരു ന്യൂജൻ വാക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും അധികം ഭാരപ്പെടുത്തുന്നത് അതാ. നമുക്ക് പണത്തോടുള്ള നമ്മുടെ സമീപനം, അത് ഇപ്പോൾ ഉള്ളത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിപാലനത്തിൽ നമ്മൾ വിശ്വസിക്കണം എന്ന് പറയുന്നതിനോട് എത്രത്തോളം ചേർന്നിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ പട്ടിണി കിടക്കില്ല, നിങ്ങളുടെ മക്കൾ വഴിയാധാരമാവില്ല, ദൈവം നിങ്ങൾക്കുള്ളത് തീർച്ചയായും തരും. പക്ഷേ നല്ല ഉറപ്പ് വേണം. ഈ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഞായറാഴ്ച പണത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പം നമ്മുടെ പ്രസംഗത്തിനൊരു ശക്തി ഇല്ലാതെ പോകുന്നു. പോയിൻ്റൊക്കെ നല്ല പോയിൻ്റ്, ദൈവം നടത്തും എന്ന്
ഒരു പള്ളിയിൽ നമ്മളെങ്കിലും വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരാ വിശ്വസിക്കേണ്ടത്? അതിരുമാന്തിയും സഹോദരനോട് ഗുസ്തി പിടിച്ചും കള്ളപ്പലിശയ്ക്ക് പണം കൊടുത്തും കള്ളത്തടി കടത്തിയും കഞ്ചാവ് നടത്തിയും കള്ളത്തൂക്കം നടത്തിയും ഒക്കെ പണമുണ്ടാക്കാൻ മടിക്കാത്ത മനുഷ്യരുള്ള ഒരു നാട്ടിൽ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പള്ളിയിൽ അച്ഛനെങ്കിലും ഇത് വിശ്വസിക്കണം. എന്ത്? പണമല്ല വലുത്, ദ്രവ്യമല്ല വലുത്, ദൈവമാണ് വലുത്. എനിക്കൊരു സുവിശേഷകനെ അറിയാം. ഞാനത് പറഞ്ഞിട്ടുള്ള കഥയാണോ എന്ന് അറിഞ്ഞൂടെ, എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ളതുകൊണ്ട്. ഈ ഉപദേശിക്ക് 3 പെൺപിള്ളാരാണ്. അപ്പോൾ ഈ ഉപദേശി എപ്പോഴും പറയുന്നൊരു കാര്യം, അപ്പോൾ ഈ വരുന്നവർക്കെല്ലാം വാരിക്കോരി ഉപദേശി ഭക്ഷണം കൊടുക്കും. വളരെ കുറച്ച് ശമ്പളമുള്ള ഉപദേശിയാണ്. അപ്പോൾ ഈ ഉപദേശി എന്നോട് പറയാം, അച്ഛാ ദൈവം നടത്തും. അപ്പോൾ ഈ സെമിനാരിയിൽ അത് മാത്രം പഠിപ്പിച്ചിട്ടില്ല. ബാക്കി ബുൾട്ട്മാൻ, മോൾട്ട്മാൻ, ബ്രുഗർമാൻ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ദൈവം നടത്തും എന്നുള്ളത് അത് പഠിപ്പിച്ചിട്ടില്ല. ആ ക്ലാസ്സിൽ പനിയായിരുന്നു പലർക്കും. ബുൾട്ട്മാൻ, മോൾട്ട്മാൻ, ബ്രുഗർമാൻ ഇതെല്ലാം അറിയാം, ഒറ്റ കാര്യം ഒഴിച്ച്, പ്രധാന കാര്യം ഒഴിച്ച് ദൈവം നടത്തും. പക്ഷെ ഉപദേശിക്ക് ആ ക്ലാസ്സിൽ പനിയില്ല എന്നുകൊണ്ട് ഉപദേശി ആ ക്ലാസ്സിൽ പോയായിരുന്നു. അത് സെമിനാരി അല്ല, അത് ബൈബിൾ കോളേജാണല്ലോ. അതുകൊണ്ടായിരിക്കാം അവിടെ ദൈവം നടത്തുമെന്നുള്ളത് സിലബസിൻ്റെ ഭാഗമാണ്. സറാംപൂർ സിലബസിൽ ദൈവം നടത്തുമെന്നുള്ളത് എന്തില്ല, കാരണം അത് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ ഉപദേശി എപ്പോഴും പറയും ദൈവം നടത്തും. അപ്പോൾ എനിക്ക് ഈ ഉപദേശിയോടൊരു പുച്ഛമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്ക് ജീവിക്കാൻ അറിയത്തില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് വിട്ടു, എന്തെങ്കിലും ആവട്ടെ. കുറേ കാലം കഴിഞ്ഞ് ഞാൻ മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ എനിക്ക് ഈ ഉപദേശിയുടെ ഒരു ഫോൺ കോൾ വന്നു. എന്നിട്ട് ഈ ഉപദേശി പറഞ്ഞു, അച്ഛാ ആലുവ UC കോളേജിൽ മോൾക്കൊരു അഡ്മിഷൻ വേണം. ഞാൻ പറഞ്ഞു, ഞാൻ ഈ കൊള്ളാവുന്ന പള്ളിക്കൂടത്തിലൊന്നും പഠിച്ചാൽ അതിനുള്ള മാർക്കും ബുദ്ധിയൊന്നും എനിക്കില്ല. അച്ഛൻ്റെ പരിചയത്തിലുള്ള ആരോടെങ്കിലും, ഞാൻ പറഞ്ഞു എൻ്റെ പരിചയത്തിൽ ആരും ആലുവ UC കോളേജിലില്ല. അച്ഛൻ അങ്ങനെ പറയല്. ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെ പറയണം? എനിക്ക് അറിയാത്ത ഒരു കാര്യം, ചെയ്യാനൊക്കാത്ത ഒരു കാര്യം, എന്നെക്കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം ഞാൻ വ്യാജ പ്രതീക്ഷ നൽകുന്നത് ശരിയല്ലല്ലോ. കാരണം നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കാതിരിക്കാൻ ഞാൻ തിരുമേനി അല്ലല്ലോ, ഞാൻ അച്ഛനല്ലേ. ഈ പുള്ളിക്ക് അങ്ങ് ഭയങ്കര വിഷമമായി, അങ്ങ് കരയാനൊക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഉപദേശി എന്നോട് ദേഷ്യപ്പെടരുത്, എനിക്കൊരു സ്വാധീനവും ഇല്ല, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ 3-4 പ്രാവശ്യം UC കോളേജ് എന്ന് പറഞ്ഞപ്പം ആ വീട്ടുകാരൻ, ഞാനൊരു വീട്ടിലിരിക്കുമ്പോഴാണ് എന്നെ വിളിച്ച്, എന്തു വെച്ചാ UC കോളേജിലെ കാര്യം പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, കഥയൊക്കെ പറഞ്ഞു. അച്ഛൻ ആ നമ്പരിങ്ങതാ, നമുക്ക് ആ കൊച്ചനെ എൻജിനീയറിംഗ് കോളേജ് വിടാം. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് സാധാ കോളേജ് വിടാൻ അവരുടെ കാശില്ല. പാവം, ഞാൻ അച്ഛനോട് കാശ് ചോദിച്ചോ? ഫോൺ നമ്പറല്ലേ ചോദിച്ചോളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ മനുഷ്യൻ ആരുടെയും കാല് പിടിക്കാൻ പോയില്ല. ഇങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടുമോ എന്ന് എന്നോട് ഫോണിൽ ചോദിക്കുകയും UC കോളേജ് എന്ന് പറയുന്നത് ആ വീട്ടിലിരുന്ന മനുഷ്യൻ ഓവർഹിയർ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് ദശാംശം മാറ്റി വെച്ചിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ചെയ്യുന്ന ഒരു കുറച്ച് സുഹൃത്തുക്കളുണ്ട്. 3 കുട്ടികളെയും അവർ പഠിപ്പിച്ചു. അവർ 3 പേരും നല്ല നിലയിൽ പാസ്സായി, നന്നായി കല്യാണം കഴിച്ച് അവരിന്ന് ലോകത്തിൻ്റെ 3 രാജ്യങ്ങളിൽ സന്തോഷമാണ്. 5 പൈസ ഉപദേശി കയ്യിൽ കരുതിയില്ല. പക്ഷേ എൻ്റെ കയ്യിൽ കാശുണ്ടായിട്ട് കാര്യമില്ല, തമ്പുരാൻ്റെ പക്കൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഒരു കുഞ്ഞുകളിയല്ല, ഇതൊരു തമാശ അല്ല. ദൈവം നടത്തുമെന്നൊക്കെ പറയുന്നത് വെറുതെ ഈ സുരേഷ് ഗോപി പറയുന്നുള്ള സിനിമാറ്റിക് ഡയലോഗല്ല. ഇത് നമ്മുടെ ചങ്ക് എടുത്താണ് നമ്മളിത് പറയേണ്ടത്. ഈ ഒരു ഉറപ്പാണ്, ദൈവം നടത്തും. അത് ഉറപ്പിച്ചും തറപ്പിച്ചും നമ്മുടെ ജനത്തോട് പറയണം, അവരോട് പറയണം ദൈവത്തിന് നിരക്കാതെ. യോഹന്നാൻ പറയുന്നുണ്ട്, ശമ്പളം മാത്രം മതി. നമ്മുടെ ചെറുപ്പക്കാരോട് പറയണം, ഞാൻ
സൗത്ത് കേരളയിൽ ഒരിക്കലൊരു കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം എന്നെ ഒരു സ്നേഹിതൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. അപ്പം ഞാൻ അവനോട് വർത്തമാനമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, നിനക്ക് ജോലിയൊക്കെ ഉണ്ടോ? ഇല്ല അച്ഛാ. ഒരു ചെറുപ്പക്കാരനാണ്, അവനൊരു 21-22 വയസ്സ് കാണും. ഇല്ല. ഞാൻ പറഞ്ഞു, പിന്നെ നിൻ്റെ കാര്യങ്ങളാണ്. ഒരു ജോലി കിട്ടിയതാ അച്ഛാ, പക്ഷേ അതേ ഈ കള്ള മണൽ കടത്തുന്ന ജോലിയാണ്. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. ഒരു 1-2 മാസം ജോലി ചെയ്ത് ഞാൻ. പക്ഷെ പിന്നെ എനിക്ക് എൻ്റെ മനസാക്ഷിയാണ്, ദൈവത്തിന് നിരക്കാത്ത പൈസ വേണ്ട അച്ഛാ. ഒരു 21 വയസ്സുള്ള, കഷ്ടിച്ച് 21-22 വയസ്സുള്ള സൗത്ത് കേരളയിലെ ഒരു ചെറുപ്പക്കാരൻ പറയുക, ദൈവത്തിന് ചേരാത്ത പൈസ വേണ്ട അച്ഛാ. ഇത് ആ പള്ളിയിലെ ഏതെങ്കിലും ഒരു വൈദികനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ മാതാപിതാക്കൾ. അപ്പം ഇങ്ങനെ ചെറുപ്പക്കാർ വഴിപിഴച്ചു പോകുന്നു, അവർ ദുർമാർഗത്തിൽ പോകുന്നു, തെറ്റായ പണം. ആ ഇടവകയിലെ വൈദികൻ ആര് വിശ്വസിച്ചില്ലെങ്കിലും കുറഞ്ഞ പക്ഷം വൈദികനെങ്കിലും വിശ്വസിക്കണം, ദൈവം നടത്തും. ഈ ഉപദേശി എന്നെ പഠിപ്പിച്ച വലിയ പാഠമാണ്. ദൈവം നടത്തും എന്ന് പറഞ്ഞാൽ നടത്തും. ഇവിടെ അച്ഛന്മാരുടെ ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ, ശരിയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വരുമാനം കുറവായിരിക്കാം. അത് നിങ്ങളും അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ ഇതിനിറങ്ങിയത്. അതോ ഈ ആദ്യകാലത്തെ കൊച്ചമ്മ വിളി കേട്ട് ആവേശം കയറി കെട്ടി അവസാനം ഇറങ്ങാനും വേല പോകാനും വേലാത്ത അങ്ങനെ വല്ലതും ആണ്? കൊച്ചമ്മ കൊച്ചമ്മ എന്നൊക്കെ വിളിച്ചു. ആദ്യം ചോറ് കിട്ടും, കസേര കിട്ടും, സാമ്പാർ കിട്ടും, മോര് കിട്ടും. എവിടെ ചെന്നാലും ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു, മുണ്ട് മുഴുവൻ അഴിച്ചിടുന്നു, പകുതി അഴിച്ചിടുന്നു. ഇത്രയും ബഹുമാനം, അയ്യോ, ഇങ്ങനെയൊക്കെ ചാടിക്കറി ഇറങ്ങിയാണോ? കുറച്ചുകൂടി ഉദാഹരണമുണ്ട്, ലൈവായതുകൊണ്ട് വിടുന്നു. എനിക്ക് വലിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പക്ഷേ നമുക്ക് വിശ്വാസം വേണം ദൈവത്തെ. അയ്യോ, പിന്നെ ദൈവത്തെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഒന്നുമില്ല, ഒരു തേങ്ങയില്ല നമുക്ക്. നമ്മൾ അവകാശപ്പെടുന്നത് പോലെ ഒന്നും നമുക്ക് ദൈവത്തെ വിശ്വാസമില്ല. ഉറച്ചു വിശ്വസിക്കണം. നടത്തും എന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും. ഇത് പറയുമ്പോഴുണ്ടല്ലോ കണ്ണിൽ തീ പാറണം. ജനത്തിന് ആ ശക്തി അനുഭവിക്കാൻ കഴിയണം. അങ്ങനെ ഒരു ഉറപ്പ് അച്ഛനിൽ നിന്നും സുവിശേഷകരിൽ നിന്നും ജനത്തിൽ നിന്നും കിട്ടിയാൽ 10 ചെറുപ്പക്കാരുണ്ടെങ്കിൽ 5 പേരെങ്കിലും ദൈവത്തിന് നിരക്കാത്ത വഴിയിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കില്ല. കൈക്കൂലി വാങ്ങിക്കാതെ വലിയ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം നമ്മുടെ പള്ളിയിൽ കാണും. അപ്പോഴാണ് നമ്മൾ അലവൻസ് കുറഞ്ഞതിൻ്റെ പേരിൽ ചന്ദ്രഹാസ വിളക്കിയത് കമ്മിറ്റിയിൽ. ഇതിലാരായിരുന്നു അച്ഛനാവേണ്ടിയിരുന്നത്? അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും കഥ പണ്ട് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. മിടുക്കന്മാരൊക്കെ യോർദാൻ അരികെയുള്ള നീർത്തോട്ടം, നല്ല സ്ഥലമൊക്കെ അടിച്ചു കൊണ്ടുപോട്ടെന്നേ. പക്ഷേ എല്ലാ വിജയിയും തോറ്റുപോകുന്നത് മരണനിമിഷങ്ങളിലാണ്. എന്തൊരു നാണം കെട്ട ജീവിതമായിരുന്നു. ജീവിതം എന്തു പാഴായിപ്പോയി. കുറച്ചുകൂടെ അന്തസ്സോടെ, കുറച്ചുകൂടെ നന്മയോടെ ജീവിക്കാൻ. നിങ്ങൾ ഈ വാർദ്ധക്യത്തിലുള്ള പല ധനികരോടും ചോദിച്ചാൽ വല്ലാത്ത ഒരു നിരാശയാണ്. എന്നാൽ ചില മനുഷ്യരുണ്ട്, പൈസയൊന്നുമില്ല, പക്ഷേ സൂര്യ തേജസ്സ. കാരണം മനസാക്ഷി ശുദ്ധമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കൊച്ചു കാര്യം, ആദ്യത്തെ കാര്യം, 1-2 കാര്യം കൂടെ പറയാനുണ്ട്. ഒരെണ്ണം പറഞ്ഞു നിർത്താം, ബാക്കി ഇനി വിളിക്കുമ്പോൾ ലൈവില്ലാത്ത ദിവസം പറയാം. നമുക്ക് ദൈവവിശ്വാസം വേണം. അതിലേറ്റവും പ്രധാനം സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവത്തിലാണ്. കുറഞ്ഞോട്ടെ. ഏലിയാവിൻ്റെ മാതൃക ഞാൻ എപ്പോഴും ആവർത്തിച്ച് പ്രസംഗിക്കുന്നതാണ്. നമുക്കൊരു നല്ല സ്ഥലമാറ്റം കിട്ടിയില്ലെന്നതുകൊണ്ടോ വലിയ പള്ളി കിട്ടിയില്ലെന്നുള്ളത് കൊണ്ടോ ഇതുകൊണ്ടൊന്നും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഞാനിയുടെ കുന്നംകുളം മലബാർ ഞങ്ങളുടെ പതിരാസന കൺവെൻഷന് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. അത് പലരും അത് കട്ട് ചെയ്തിങ്ങനെ സ്റ്റാറ്റസായിട്ട് പലയിടത്തും ഇട്ടിട്ടുണ്ട്. അതിത്രയേ ഉള്ളൂ: ആഹാബ് അടുക്കള അടച്ചാലും
ഏലിയാവ് പട്ടിണിയൊന്നും കിടക്കില്ല. കാരണം ആഹാബിനെ കണ്ടിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഒരു തിരുമേനിയെയും കണ്ടിട്ടല്ല ദൈവം നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു പള്ളിയല്ലേ കൊടുക്കാൻ പറ്റൂ, കൊടുത്തോട്ടെ, നമുക്കെന്താ. പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്ക് കുറഞ്ഞു പോകുമെന്നല്ല. സാരേഫാത്തിലെ വിധവയുടെ ഈ ബുദ്ധിയല്ല നമുക്ക് ആവശ്യം. ഇതെടുത്ത് കൊടുത്താൽ തീർന്നു പോകും എന്നാണ്. നമ്മൾ പലപ്പോഴും വിശ്വാസി എന്നൊക്കെ പറഞ്ഞാലും സാരേഫാത്തിലെ വിധവയുടെ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയുന്നില്ല. ആകെ ഇച്ചിരിയേ ഉള്ളല്ലോ പ്രവാചക, അതെടുത്ത് തന്നാൽ മാവും തീരും എണ്ണയും തീരും, ഇത് കഴിച്ചിട്ട് ചാവാൻ നടക്കുക, സൂയിസൈഡ് ചെയ്യാൻ പോവാ. പക്ഷേ ഈ കലത്തിൽ മാവും തീരില്ല എണ്ണയും തീരില്ല. വിശ്വസിക്കണം. അതുകൊണ്ട് എൻ്റെ അച്ഛന്മാരെ, സുവിശേഷകരെ, ഇതൊരു വാശിയായി, ഇതൊരു എന്താ പറയുക, ഒരു ആവേശമായി നമ്മൾ എടുക്കണം. ദൈവം തന്നാലല്ലാതെ നമുക്ക് തികയില്ല. നമുക്ക് അളവ് ഒത്തിരി കാണും, പണം ഒത്തിരി കാണും, പക്ഷെ തൃപ്തി കിട്ടണമെങ്കിൽ അത് ദൈവം തന്ന സമ്പാദ്യമായിരിക്കണം. സക്കായി എപ്പോഴാണ് ശരിക്കും ധനികനായത്? ഒത്തിരി പണം ഉണ്ടായിരുന്നപ്പോഴല്ല, ദൈവത്തിന് നിരക്കാത്തതെല്ലാം തിരിച്ചു കൊടുത്തപ്പോഴാണ് സക്കായി ശരിക്കും ധനികനായത്. അപ്പോഴാണ് കർത്താവ് സക്കായിയോട് പറയുന്നു, ഇന്ന് ഈ വീടിന് രക്ഷയായി. അതുകൊണ്ട് അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ള ഒരു കുഞ്ഞു കാര്യം. അടുത്ത ഒരു 5-6 മിനിറ്റ് കൊണ്ട് വേഗം അവസാനിപ്പിക്കും. 2, ദൈവം നമ്മളെ നടത്തും എന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ ധനത്തോടുള്ള നമ്മുടെ ഒരു സമീപനം. രണ്ടാമത്തെ സമീപനം, വൈദികർക്കിടയിൽ മത്സര ബുദ്ധി വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഓരോ ഉണക്ക കമ്മിറ്റിയിലോട്ടൊക്കെ മത്സരിക്കാൻ എന്തോ വാശിയാന്നറിയും. വെറുതെ ഈ കമ്മിറ്റിയിലെല്ലാം പോയിരുന്ന് പൃഷ്ഠം ചൂടാകാവുന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. എന്നാലും എന്തോ ഒരു പിടിയാന്നറിയാം. ഈ കമ്മിറ്റിയിലെല്ലാം കൂടെ കയറി ഇവിടെ വന്നാൽ എന്തുവാ ഗുണം? നിങ്ങൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? എന്നെ നോക്കുന്നു. ഞാൻ ഈയിടെ ഒരു അച്ഛനോട് ചോദിച്ചു, അച്ഛാ തിരുവല്ലായിലെ മണ്ഡലത്തിൽ കമ്മിറ്റിക്ക് പോകുന്നില്ലേ? എന്തിനാ അച്ഛൻ? എൻ്റെ വീട്ടിൽ മൂത്രം ഒഴിക്കാൻ സ്ഥലമുണ്ടല്ലോ, 3 ദിവസം ഞാൻ തിരുവല്ലായിൽ ഒഴിച്ചോളാമെന്ന് ഞാൻ എങ്ങും നേർച്ചയൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ കമ്മിറ്റിക്ക് പോകുന്ന നേരം കൊണ്ട് 4 വാഴയോ 2 കപ്പയോ വെച്ചാൽ എന്തിനാണോ ഇതിനു വേണ്ടി കിടന്ന് ബലം? അങ്ങ് പരവേശമാ. മൂട്ടിന് തീ പിടിച്ചതുപോലെ വോട്ട് പിടിക്കാന്നാണ്. എന്തിനാ? അതിൻ്റെ അർത്ഥം വൈദികരാരും മത്സരിക്കരുതെന്നല്ല. കാരണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലോട്ട് മത്സരിക്കാനും തിരുമേനിക്കിട്ട് പാര വെക്കാനും നമ്മളല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളേ? ഇത് ഞങ്ങൾ തന്നെ ചെയ്യണ്ടേ? എന്തെല്ലാം തിരക്കുകൾക്കിടയിലാണ് ഇത് തിരുമേനി ചെയ്യുന്നത് തിരുമേനിക്ക് അറിയാമോ? തിരുമേനി ഞങ്ങളുടെ വേദന അറിയണം. കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇല്ലാത്ത നേരം ഉണ്ടാക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സ്മരണ വേണം തിരുമേനി, സ്മരണം. നമ്മൾ വൈദികർ മത്സരിക്കണം, കാരണം വൈദിക സ്ഥാനികൾ പക്ഷേ ആ മത്സരത്തിൽ പോലും ഒരന്തസ്സ് പാലിക്കണം. ഒരാളുടെയും വീട്ടിൽ, ഞാൻ എൻ്റെ സഭയിൽ പറയുന്നതാണ്, നിങ്ങൾ മത്സരിക്കണം. കാരണം വൈദികർ മത്സരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ സ്ഥാനങ്ങളിലേക്കും കോട്ടായുണ്ടല്ലോ, അച്ഛന്മാർ ഇത്ര പേര്. ഒരു നോട്ടീസ് അയക്കണം എല്ലാ വീട്ടിലും. ഈ വോട്ടേഴ്സിന് ഒരു വീട്ടിലും പോയി വോട്ട് തെണ്ടരുത്. ആ വാക്ക് ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്യണം. ഒരു വീട്ടിലും പോയി വോട്ട് ഡാഷ്. കാരണം നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല. എൻ്റെ കൂട്ടുകാരൻ, ഞാനും ആക്സിൻ അച്ഛനും കൂടെ മത്സരിക്കുന്നു, അച്ഛൻ ജയിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ജയിക്കട്ടെ. കാരണം ഞാൻ ജയിച്ചാലും അച്ഛൻ ജയിച്ചാലും ഇത് ആർക്കു വേണ്ടിയാണ്? ഞാൻ എനിക്ക് വേണ്ടി മത്സരിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് കുത്തിത്തിരിപ്പും ഊമക്കത്തും ഒക്കെയായി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്.
വൈദികർ മത്സരിക്കുമ്പോൾ പരമാവധി ഒരു നോട്ടീസ്, കഴിയുമെങ്കിൽ ആ നോട്ടീസിൽ നിങ്ങളുടെ പേരിനോടൊപ്പം ആരൊക്കെയാണ് നിങ്ങളുടെ സഹവൈദികർ മത്സരിക്കുന്നത് അവരോട് പറയണം, എന്നെ കൂടാതെ ഇന്ന ഇന്ന അച്ഛന്മാരും സ്ഥാനാർത്ഥികളാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച് ആർക്കോട്ട് ചെയ്താലും എനിക്ക് സന്തോഷം. അച്ഛന്മാരുടെ മാന്യത എന്തു കൂടും. അതിനു പകരം നമുക്ക് വേണ്ടി മാത്രം വോട്ട് ചോദിക്കുകയല്ല, മറ്റേ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടാതിരിക്കാൻ വേണമെങ്കിൽ സോളാർ സരിത വരെ ഇറക്കും. സരിത ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ വേറെ ആരെയും. ഇതൊന്നും ദൈവ നടത്തിപ്പിൽ വിശ്വസിക്കുന്ന ഒരു വൈദികനോ സുവിശേഷകനോ ചേർന്നതല്ല. ആര് ജയിച്ചാലും അവർ പ്രവർത്തിക്കുന്നത് ഈ സഭയ്ക്ക് വേണ്ടിയാ. ഞാൻ തന്നെ ജയിക്കണം എന്നൊരു നിർബന്ധവുമില്ല. ആ വാചകം അണ്ടർലൈൻ ചെയ്യണം. ഞാൻ തന്നെ ജയിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ ഈ അടുത്തിടയ്ക്ക് മംഗളം പത്രത്തിൽ എഴുതിയ ഒരു കോളം, ആ കോളത്തിൽ ഈ ഉമാ തോമസ് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണതിനെക്കുറിച്ച് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു, ദ ഷോ വിൽ ഗോ ഓൺ. അവർ വീണു, പക്ഷേ അവിടുത്തെ ഭരതനാട്യം. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ഞാൻ ഈ സ്ഥാനത്ത് വന്നാലും വന്നില്ലെങ്കിലും ഈ സഭ ദൈവത്തിൻ്റെയാണ്. ഈ സഭയെ ദൈവം നടത്തും. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ വൈദികർ വല്ലാതെ സ്ഥാനത്തിനു വേണ്ടി കുത്തിത്തിരിപ്പും ഒക്കെ ചെയ്യുന്നത് ദൈവ നടത്തിപ്പിൽ വിശ്വസിക്കുന്നവർക്ക് ചേർന്നതല്ല. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടെന്നല്ല. എന്നാലും ക്ലോവയിലെ ആളുകൾ പറഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ ബിബ്ലിക്കലായി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ക്ലോവയിലെ ആളുകൾ പറഞ്ഞ് ഞാനങ്ങനെ. അതുകൊണ്ട് ഈ ദൈവജനത്തിന് നമ്മൾ മാതൃകയായിരിക്കണം, മത്സരിക്കണം, ഇടവകയുടെ പ്രധാന സ്ഥാനങ്ങളിലേക്കൊക്കെ നമ്മൾ നിൽക്കണം. പക്ഷേ നമ്മുടെ ഒരു വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കത്ത് കണ്ടാൽ ഇതൊരു ദൈവ പൈതലിന് ചേർന്ന കത്തായിരിക്കണം. അതിലെ ഭാഷ, മാന്യമായ പ്രയോഗം, എതിർ സ്ഥാനാർത്ഥിയോടുള്ള ബഹുമാനം, എല്ലാ അർത്ഥത്തിലും ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതുമായിരിക്കണം. വലിയ പ്രസംഗങ്ങളൊന്നുമല്ല. ഇങ്ങനെയുള്ള ചെറിയ ഇടപാടുകളിലാണ് നമ്മൾ ആരാണെന്ന് ദൈവജനത്തിന് ബോധ്യപ്പെടുന്നത്. അപ്പോൾ 2 കുഞ്ഞു കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ വലിയ ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രതീക്ഷിച്ച് വന്നത്. ചിലരൊക്കെ ബുക്ക് എടുത്തു, അപ്പം തന്നെ അത് മടക്കി പോക്കറ്റ് വെച്ച്. കാരണം ദൈവ നടത്തി. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്കറിയാത്തതല്ല, ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം, ദൈവത്തെ മുറുകെ പിടിക്കാം. ദൈവത്തെ മുറുകെ പിടിച്ചാൽ ഒന്ന്, പണത്തോടുള്ള നമ്മുടെ മനോഭാവം മാറും. 2, സ്ഥാനങ്ങളോടുള്ള നമ്മുടെ മനോഭാവം മാറും. ഈ 2 കാര്യങ്ങളിലാണ് നമ്മുടെ സാക്ഷ്യം പ്രധാനമായും. പലപ്പോഴും നമ്മൾ സ്ത്രീ വിഷയങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക വിഷയങ്ങളെ കണ്ടമാനം പെരുപ്പിച്ചു പറയും. എവിടെയെങ്കിലും ചിലപ്പോൾ ഒരാൾ വല്ലതും ആയിരിക്കും ചിലപ്പോൾ അതിൽ പെടുന്നത്. പക്ഷേ മഹാഭൂരിപക്ഷത്തിനും പ്രലോഭനമായി തീരാൻ സാധ്യതയുള്ളത് ഈ 2 കാര്യങ്ങളാണ്, പൊസിഷൻ ആൻഡ് മണി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തന്നെ ഒരു വൈദിക ജീവിതത്തെ, സാക്ഷ്യ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കാം. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ മറന്നാലും ഒരു കാര്യം, ഒരിടവകയിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്ന, ദൈവത്തെ ശരണപ്പെടുന്ന, ദൈവം നടത്തുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആരും ഇല്ലാതായാലും അവസാനത്തെ ആളായിരിക്കണം ആ വൈദികൻ. ഈ ഒരു ഉറപ്പോടുകൂടെ ഈ മഹാ ഇടവകയുടെ ശുശ്രൂഷ നിങ്ങൾക്ക് തുടർ വർഷങ്ങളിൽ ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെന്നെ ശാരീരികമായി കൈകാര്യമൊന്നും ചെയ്യരുത്. ഞാൻ ഉടനെ അങ്ങ് പൊക്കോളാം. അതിനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ വയ്ക്കുകയോ ശത്രുപൂജ ചെയ്യുകയോ ഒന്നും
ചെയ്യരുത്. നിങ്ങളുടെ ശ്രദ്ധയ്ക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നന്ദി. നമുക്ക് ദൈവത്തെ ഉറച്ച് വിശ്വസിക്കാം.